ഹായ് സ്റ്റുഡൻസ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കോണ്ടെക്സ്റ്റ് സ്വിച്ച് ആണ്. കോണ്ടെക്സ്റ്റ് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം PCB, പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. ഇവിടെ എന്താണ്, CPU-ൻ്റെ സ്റ്റേറ്റ് എന്തായിരിക്കും, സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ റീസ്റ്റോർ ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു മെക്കാനിസത്തിനെയാണ്, ഈ റീസ്റ്റോർ ആൻഡ് സ്റ്റോറിങ് എന്നുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലേക്ക് CPU-ൻ്റെ ഈ ഒരു സ്റ്റേറ്റ് സ്റ്റോർ ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക എന്നുള്ള മെക്കാനിസത്തിനെയാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, നമുക്ക് ഒരു സിംഗിൾ CPU-ൽ തന്നെ ഒരുപാട് മൾട്ടിപ്പിൾ പ്രോസസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വിച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും. ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത് എന്താണ്, മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ ഹൈലി യൂസ് ചെയ്യുന്നൊരു ഫീച്ചറാണ് ഈ ഒരു കോണ്ടെക്സ്റ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. Then when the scheduler switches the CPU from executing one process to execute another, the state from the current running process is stored into the PCB. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇപ്പോൾ ഒരു CPU ഒരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, ഇപ്പോൾ ആ സമയത്ത് മറ്റൊരു പ്രോസസ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കറൻ്റ്ലി അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും, പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൽ അല്ലെങ്കിൽ PCB-യിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, രണ്ടാമത്തെ പ്രോസസ്സ് ആ PCB-യിലേക്ക് സ്റ്റോർ ചെയ്തതിന് ശേഷം രണ്ടാമതൊരു പ്രോസസ്സ് വന്നു പറഞ്ഞില്ലേ, അതിനെ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഈ പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലേക്ക് അതിന് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ദെൻ ഫസ്റ്റത്തെ പ്രോസസ്സിൻ്റെ സ്റ്റോർ ചെയ്ത് വെച്ച് ആ ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്യും, നമ്മൾ റീസ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ റീസ്റ്റോർ ചെയ്തിട്ട് വീണ്ടും അത് എന്താണോ ചെയ്യാനുള്ളത് ആ ഒരു പ്രോസസ്സ് റൺ ചെയ്യും. ഈ ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ CPU ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. CPU-ൽ ഫസ്റ്റത്തെ പ്രോസസ്സ് വന്നത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത പ്രോസസ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് എന്താണ്, P1 എന്നുള്ള പ്രോസസ്സിൻ്റെ സ്റ്റേറ്റൊക്കെ എന്ത് ചെയ്യും, PCB-യിലേക്ക് സേവ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, P2-ൻ്റെ സ്റ്റേറ്റ് എന്ത് ചെയ്യും, റീസ്റ്റോർ ചെയ്യും. ഓക്കെ, എന്നിട്ട് പ്രോസസ്സ് P2 എന്ത് ചെയ്യും, റൺ ചെയ്യും. പ്രോസസ്സ് P2 റൺ ചെയ്തതിന് ശേഷം, അത് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം അതിൻ്റെ സ്റ്റേറ്റ് PCB-യിലേക്ക് വീണ്ടും സേവ് ചെയ്ത് വയ്ക്കും. ദെൻ ഓൾറെഡി നമ്മൾ പ്രോസസ്സ് 1 സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ റീസ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു കോണ്ടെക്സ്റ്റ് സ്വിച്ചിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ദെൻ ഇതിൽ വരുന്നത്, to avoid the amount of context switching time, some hardware systems employ 2 or more sets of prior processor registers. When the processor is switched, the following information stored for later use. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ചിങ് സമയത്ത് ഒരുപാട് ഡാറ്റ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, റീസ്റ്റോർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ്, പ്രോഗ്രാം കൗണ്ടർ, അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് ഇൻഫോർമേഷൻസ്, അതായത് ഏത് ആദ്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ, ബേസ് ആൻഡ് ലിമിറ്റ് രജിസ്റ്ററിൻ്റെ വാല്യൂസ്, ദെൻ കറൻ്റ്ലി യൂസ്ഡ് രജിസ്റ്റർ ഏതാ, ചേഞ്ച്ഡ് സ്റ്റേറ്റ് എന്താ, IO സ്റ്റേറ്റിൻ്റെ ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ, ഈ ഡീറ്റെയിൽസൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സ്വിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റോർ ചെയ്യുന്ന ഇൻഫോർമേഷൻസ്. നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ലേറ്റർ യൂസിന് വേണ്ടിയിട്ടൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് CPU അല്ലെങ്കിൽ IO ബേസ്റ്റ് സൈക്കിൾ. CPU അല്ലെങ്കിൽ CPU IO ബേസ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ നമ്മൾ പ്രോഗ്രാംസൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് CPU എന്താണ്, അതിൻ്റെ എന്തെങ്കിലും IO ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇല്ലേ. മോസ്റ്റ് ഓഫ് ദി പ്രോഗ്രാംസ് അങ്ങനെയാണ്. നമ്മൾ CPU-ൽ റൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് വേണ്ടി വരും, ചിലപ്പോൾ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഈ ഒരു സിംഗിൾ പ്രോസസ്സ് ഇപ്പോൾ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെയിറ്റിങ്ങിന് വേണ്ടിയിട്ട് IO പ്രോസസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത്, അപ്പോൾ ആ ഒരു CPU ടൈം അവിടെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും ടൈം എന്താണ്, അവിടെ യൂട്ടിലൈസ് ആവാതെ പോവാണ് അല്ലേ. എന്നിട്ട് എന്താണ്, പിന്നെ അതിൽ പറയുന്നത്, ഷെഡ്യൂളിംഗ് സിസ്റ്റം അലോസ് വൺ പ്രോസസ് ടു യൂസ് ദ CPU while another is waiting for IO.
ഈ CPU അല്ലെങ്കിൽ IO ബേസ്ഡ് സൈക്കിളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഇപ്പോൾ ഒരു പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ IO ഇൻപുട്ട് ഔട്ട്പുട്ട് ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞില്ലേ. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അവിടെ ഒരു CPU-ൻ്റെ ടൈം അവിടെ വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് CPU IO ബേസ് സൈക്കിൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഫസ്റ്റത്തെ പ്രോസസ്സ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, അത് IO ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എന്താണ്, അടുത്ത പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, റൺ ചെയ്ത് തുടങ്ങുന്നു. അതിനെയാണ് CPU IO ബേസ് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോസസ്സ് ഇപ്പോൾ ഒരു CPU യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ത് ചെയ്യും, അടുത്ത IOക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് CPU എപ്പോഴും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അവിടെ വെയിറ്റിംഗ് ടൈമൊന്നും വരുന്നില്ല. എപ്പോഴും മോർ എഫിഷ്യൻ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് CPUവിനെ എപ്പോഴും ബിസി ആക്കി വെക്കുക എന്നുള്ളൊരു എയിമാണ് ഇതിനുള്ളത്. ഓക്കെ, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്താണ്, ടൈം ഡിലേ ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ദെൻ ഇതിൽ വരുന്നത് ആൾമോസ്റ്റ് ആൾ പ്രോസസ്സ് ആൾട്ടർനേറ്റ് ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ് ഇൻ എ കണ്ടിന്യൂസ് സൈക്കിൾ. അതായത് ഇപ്പോൾ CPU ബേസ് സൈക്കിൾ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു സൈക്കിളിൽ നമ്മൾ എന്താണ്, 2 സ്റ്റേറ്റ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് CPU ബേസ് ഫോർ പെർഫോമിങ് കാൽക്കുലേഷൻസ്, ഒന്ന് എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടുള്ള കാൽക്കുലേഷൻസ്. ദെൻ IO ബേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് വെയിറ്റിംഗ് ഫോർ ഡാറ്റ ട്രാൻസ്ഫർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സിസ്റ്റം. ഇൻപുട്ടായിട്ടോ അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനെയാണ് IO ബേസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഡയഗ്രത്തിൽ ആൾട്ടർനേറ്റീവ് സീക്വൻസ് ഓഫ് CPU ആൻഡ് IO ബേസ്റ്റ്. CPU ബേസ്റ്റും IO ബേസ്റ്റും പറഞ്ഞു. അപ്പം CPU എന്ന് പറയുന്നത് CPU ആ ഒരു ലോഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡാറ്റയൊക്കെ ഫയലിൽ നിന്ന് ആക്സസ് ചെയ്തെടുക്കേണ്ട ആ ഒരു ടൈമാണ് CPU ബേസ്റ്റ് എന്ന് പറയുന്നത്. IO ബേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ IO ഡിവൈസസിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരു ടൈം, അതിനാണ് IO ബേസ്റ്റ് അല്ലെങ്കിൽ IO ബേസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡയഗ്രത്തിൽ CPU ബേസ്റ്റിൽ എന്താണ്, ലോഡ്, സ്റ്റോർ, ആഡ്, സ്റ്റോർ, റീഡ് ഫ്രം ഫയൽ. ദെൻ IO ബേസ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ CPU ബേസ്റ്റ് നെക്സ്റ്റ് CPU ബേസ്റ്റ് എന്താണ്, സ്റ്റോർ, ഇൻക്രിമെൻറ്റ്, ഇൻഡെക്സ്, റൈറ്റ് ടു ഫയൽ. ഫയലിലേക്ക് എന്താണ് നമ്മൾ PC പ്രോഗ്രാം കൗണ്ടറിലൊക്കെ എന്താ സ്റ്റോർ ചെയ്യുക, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഡാറ്റയൊക്കെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്തേക്കുക. അപ്പോൾ ചിലപ്പോൾ PC ഇൻക്രിമെൻറ്റ് ചെയ്യുകയൊക്കെ വേണ്ടി വരും. അടുത്ത പ്രോസസ്സ് വരുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ഒക്കെ ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈം CPU ആണ് ചെയ്യുന്നത്. അതിന് CPU ബേസ്റ്റ് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് IO ബേസ്റ്റ്, അതിൻ്റെ ഒരു ആൾട്ടർനേറ്റ് ആയിട്ട് CPU ആൻഡ് IO ബേസ്റ്റ് കാണിച്ചു എന്നുള്ളൂ ഡയഗ്രത്തിൽ. ഓക്കെ, ദെൻ ഇതിൽ വരുന്നത് എന്താണ്, IO ബൗണ്ട് പ്രോസസ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ബൗണ്ട് പ്രോസസ്സാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോസസ് ദാറ്റ് ആർ മോസ്റ്റ്ലി വെയിറ്റിംഗ് ഫോർ കംപ്ലീഷൻ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട്. അതായത് പ്രോസസ്സ് എന്തിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈമിനെയാണ് IO ബൗണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ CPU ബൗണ്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഷെഡ്യൂൾ അല്ലെങ്കിൽ CPUവിനെ ഒരു പ്രോസസ്സ് എങ്ങനെ റൺ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. CPU bound processes are ones that are implementing algorithms with a large number of calculations. CPU ബൗണ്ടിൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു അൽഗോരിതം റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ CPU ഏത് രീതിയിൽ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം എന്നുള്ളതിൻ്റെയാണ് അൽഗോരിതംസ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് CPU ബൗണ്ട് പ്രോസസ്സിൽ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം, കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെയാണ് CPU ബൗണ്ട് പ്രോസസ്സിൽ വരുന്നത്.